കർഷക ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള പായിപ്ര എന്ന സ്ഥലത്തെ സ്നേഹ ഓർഗാനിക് ഫാമിലാണ്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അവിടുത്തെ മാഡത്തോട് തന്നെ ചോദിക്കാം. നമ്മുടെ ഇത് മൂവാറ്റുപുഴയിൽ പായിപ്ര എന്ന് പറയുന്ന കേട്ടോ നമ്മുടെ സ്ഥലം. ഇവിടെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഫാമായിട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഇത് എല്ലാ പ്ലാന്റുകളും നമ്മൾ മദർ പ്ലാന്റ് ആയിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ തൈകളുടെ പ്രൊഡക്ഷനും അങ്ങനെയൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. ഏറ്റവും നല്ല മാവ് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന കുളമ്പായിരിക്കും. കാരണം ഇതിന് പുഴുക്കേട് അധികം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പണ്ടത്തെ കോട്ടമാങ്ങ പണ്ടിമാങ്ങ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കിത് പഴുത്ത് കഴിഞ്ഞ് ചാടുന്നതാണ് ഇതിന്റെ കറക്റ്റ് ഭാഗം. അത് കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഈ മാങ്ങയൊക്കെ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന എല്ലാവർക്കും. അപ്പം പഴുത്ത് അവര് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ ഒരു തൈ അവർ വാങ്ങി. ഇത് ഗ്രീൻ ആണ്, പക്ഷെ ഗോൾഡും ഇതുപോലെ തന്നെയാണ് നിറച്ചുണ്ടാവും കേട്ടോ. ഇത് ഗോൾഡും ഉണ്ട്, നമുക്ക് ഫ്രണ്ടിലും ഉണ്ട്. ഗോൾഡും ഗ്രീനും തമ്മിൽ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം? ഗ്രീനിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. കാണാൻ ഭംഗി ഗോൾഡ് ആണല്ലേ? കാണാൻ ഭംഗി ഗോൾഡ്, എന്നാലും ഏകദേശം ഒരുപോലെ നിൽക്കും. തട്ടിച്ച് കളർ ചേഞ്ച്, ചെറുതായിട്ട് കളർ ചേഞ്ച് ഉണ്ട്. ആംഡോക്മയാണ് പിന്നീട് നല്ല ഇതായിട്ട് നിറച്ച് കൊലകുത്തി കായ്ക്കും, നല്ല ബുഷായിട്ട് നിൽക്കും. വീടിന്റെ ഫ്രണ്ടിലൊക്കെ നല്ല ഭംഗിയിൽ നിർത്താൻ പറ്റും. നമുക്ക് നല്ല കായ്ഫലം കിട്ടും. ബുഷ് പേപ്പർ ആണ്. അതെ, ബുഷ് പേപ്പർ ആണ്. പെപ്പർ തെക്കൻ മണി. ഇത് ഒരു തെല്ലിയിൽ 1000 മണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ്. പക്ഷെ നമ്മുടെ ക്ലൈമറ്റില് നമ്മൾ നല്ല കെയർ കൊടുത്താൽ അങ്ങനെയൊക്കെ ആവുള്ളൂ. ഇതിലെല്ലാ തിരിയും പിടിക്കണമെന്നില്ല കേട്ടോ. എല്ലാം പല രീതിയിൽ വന്നിട്ടുണ്ടല്ലേ. പെപ്പർ തെക്കൻ വണ്ണാണോ ഇതിന്റെ പേര്? തെക്കൻ വൺ. എന്നാറിന്റെ സീറ്റ് ലൂബിയാണ് ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. വലിപ്പം കുറവായിരിക്കും, ഇതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം വരും, അത്രേ വരുള്ളൂ. കായ്പിടുത്തം ഇങ്ങനെ നല്ല രീതിയിലുണ്ടോ? കായ്പിടുത്തം നല്ല രീതിയിൽ കണ്ടോ, ഇതിനേക്കാളും കൂടുതൽ കായല്ലേ. നിറച്ച് കായ് പിടിക്കും. പിന്നെ ചിലര് പറയുന്നത് എന്നാർ അല്ലാന്ന് തോന്നണു, വേറെ ഏത് വെറൈറ്റി ആണെന്ന് തോന്നുന്നു പറയണു. പക്ഷെ നമുക്കിത് എന്നാർന്ന് പറഞ്ഞാണ് കിട്ടിയത്. എന്നാത്തെ പ്രത്യേകതയാണ് ഈ തളിരിലകൾക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലോ. ഈ കളർ വരുന്നത് റെഡ് കളർ വരുന്നത്. പക്ഷെ എന്നാറിൽ ഇത്രയും കായപിടുത്തം ഒരിടത്തും കാണുന്നില്ല എന്നാണ് പറയണത്. എന്നാറിന്റെ സ്പെഷ്യൽ വെറൈറ്റി ആയിരിക്കാം ഒരു പക്ഷേ. ഇത് ശർക്കരപ്പഴം എന്ന് പറയുന്നത് ഇതാണ്. ശർക്കരപ്പഴം മറയൂർ ശർക്കരയുടെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ മുട്ടപ്പഴത്തിന്റെ ശർക്കരയുടെ മിക്സ് ചെയ്ത ഒരു ടേസ്റ്റ്. ഇത് പൂത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇത് പൂക്കണ സമയമായോ? ഇപ്പൊ പൂക്കണ സമയം. ഇത് കഴിഞ്ഞ വർഷം കായുണ്ടായതാ. ഈ തളിരെല്ലാം ഉണ്ടായതിന് ശേഷമാണ് ഇത് പൂക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണോ? ഇത് തളിരെല്ലാം ഉണ്ടായതിന് ശേഷമാണ് തളിരെല്ലാം കൂടെ പൂ വരും അല്ലേ? എത്ര വർഷത്തോളം ആയത്? ഒരു 5-6 വർഷം ആയ പ്ലാന്റ് ആട്ടോ. നമ്മളിത് താഴെ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ബുഷ് ഓറഞ്ച് നമുക്ക് ഫ്രഷ് ലൈം ഒക്കെ മേടിക്കുമ്പോൾ ഓറഞ്ചിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആണ് അന്നേരം. സീഡ്ലെസ് ലെമണും ബുഷ് ഓറഞ്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രഷ് ലൈം അടിക്കാം. നാരങ്ങയുടെ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഓറഞ്ച് എന്നാണ് പേരെങ്കിലും അല്ലേ? ഓറഞ്ചിന്റെ ഫ്ലേവർ കിട്ടാൻ. ഓറഞ്ചിന്റെ ഫ്ലേവർ ആണ്, പക്ഷെ നാരങ്ങയുടെ യൂസ് അല്ലേ? ചെറുനാരങ്ങയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ. ചെറുനാരങ്ങയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ, അത്ര ഉണ്ടാവില്ല. ചിലപ്പോ നിറച്ചുണ്ടാകും, ഏത് സീസണിലും ഉണ്ടാവും, നിറച്ചുണ്ടാവും. റോളീനിയ നമ്മുടെ ആത്ത ഫാമിലി തന്നെ, അതിന്റെ ആ ഒരു തരിതരം തന്നെ ഉണ്ടാവില്ല. അല്ലാതെ ഫ്ലഷ് നല്ല സ്മൂത്ത് ആയിരിക്കും. മറ്റേ ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് ഈ ഫ്രൂട്ട് നല്ലതാണ്. ഷുഗർ പേഷ്യന്റിനൊക്കെ നല്ല സീസർ. ആ വലിപ്പം കൂടിയ വെറൈറ്റി ആണ്. 10 കിലോ വരുന്നു അല്ലേ? ഇത് സീസർ ഇപ്പോൾ 2 വെറൈറ്റി ഇറങ്ങിയിട്ടില്ലേ? യെല്ലോയും റെഡ്. ഇത് റെഡ് ആണോ? ഇത് റെഡാ. യെല്ലോ നമ്മൾ പ്ലാന്റ് ചെയ്തതിന്റെ അപ്പുറം. ഇത് ആദ്യമായിട്ടാണോ പൂക്കാൻ തുടങ്ങിയത്? സീസറിന്റെ വേറെ വെറൈറ്റി ഉണ്ട്. ഈ പ്ലാന്റ് ആദ്യമായിട്ടാണ് പൂക്കണത്. മറ്റേതൊക്കെ നേരത്തെ. ഇതിപ്പോ എത്ര വർഷമായ പ്ലാന്റാ? 2-3 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. 3 വർഷം ആകുമ്പോഴത്തേക്കും സീസർ പൂത്തു തുടങ്ങും അല്ലേ? 4 വർഷമായിട്ടുണ്ടാവും. ഇത് ഫ്ലഷ് വളരെ കൂടുതലാണ്. ഫ്ലഷ് നല്ല കൂടുതലാണ്. ദൽഹരി ഇത്ര കുറച്ചും കൂടി ചുവപ്പ് വരില്ലേ? നല്ല കളർ വരും, നല്ല മെറൂൺ ഷെയ്ഡ് വരും. ഇത് പാകമായിട്ടില്ല അല്ലേ? പറിക്കാനുള്ള പാകമായിട്ടില്ല. ഇത് കാണുന്ന എന്നാലും ചുമ്മാ ഒരെണ്ണം പറിച്ച് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാം. കുറച്ചും കൂടി നല്ല കളറിൽ, മെറൂൺ കളറിൽ വരും അല്ലേ? പക്ഷെ നല്ല വലിപ്പം ഉണ്ടല്ലോ. ഇത് നല്ല വലിപ്പം വെക്കും, നമ്മൾ ആപ്പിൾ പോലെയാവും. സീഡില്ലാത്ത വെറൈറ്റിയാ?
സീഡില്ല. ഈ ചാമ്പ ഏത് വെറൈറ്റിയാണ്? ഇത് ഉമ്മച്ചാമ്പയാണ് കേട്ടോ. ഉമ്മച്ചാമ്പ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതിന് വലിപ്പം നല്ല വലിപ്പം വെക്കും. ഇതിപ്പോ ഒട്ടും പാകമായിട്ടില്ല. ഏറ്റവും വലിപ്പം വെക്കുന്നത് ഉമ്മച്ചാമ്പയ്ക്കാണ്. ഉമ്മർചാമ്പ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മർചാമ്പ ഒരു തായ്ലൻഡ് വെറൈറ്റി അല്ലേ? ആ, തായ്ലൻഡ് വെറൈറ്റി ആണ്. പിന്നെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഉമ്മറിക്കാടെ വീട്ടിലാണ് ആ വെറൈറ്റി കണ്ടത്. അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാരും വിളിച്ചത് ആ ഒരു പേര് വെറൈറ്റി തിരിച്ചറിയാൻ വേണ്ടി അല്ലേ? ഇപ്പോഴുള്ള തായ്ലൻഡിന്റെ ചാമ്പ ഇനങ്ങളിൽ ഏറ്റവും ടേസ്റ്റ് ഉമ്മർചാമ്പ എന്ന് പറയുന്നത് ശരിയാണോ? ഉമ്മറും ദിൽഹരിയും കട്ടയ്ക്ക് നിൽക്കും. ഇതിന് ഉമ്മറിന് ഇച്ചിരി വാട്ടർ കണ്ടന്റ് കുറവാണ്, ദിൽഹരിക്ക് കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അതാണ് എന്റെ വ്യത്യാസം. ഇത് മെഡൂസ എന്ന് പറഞ്ഞ പൈനാപ്പിൾ ആണ്. ഇത് ഒരെണ്ണത്തില് ഒരു 50 എണ്ണമെങ്കിലും ഉണ്ടാവും. ഈ ചെറുത് ഇതിന്റെ നടുക്കുള്ളത് നമുക്ക് കഴിക്കാം, സാധാരണ പൈനാപ്പിൾ പോലെ കഴിക്കാം. ബാക്കി ഇതിൽ വലിപ്പമുള്ളത് നമുക്ക് ചെത്തി കിട്ടുന്ന ഫ്ലഷ് കഴിക്കാം. ബാക്കി മേളിലേക്കൊന്നും കഴിക്കാൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓർണമെന്റൽ പ്ലാന്റ് ആണോ അതോ ഓർണമെന്റൽ ആയിട്ടും വളർത്താം. ഉള്ളിലുള്ളത് നമുക്ക് എഡിബിൾ ആണ് താനും. KG10 എന്ന് പറയുന്നത് 1 കിലോ 10 എണ്ണം. അത് സീസണിന്റെ അത്ര വലിപ്പം ഉണ്ടാവും. നിറച്ച് പൂത്തിട്ടുണ്ട്. പിന്നെ റോംബിയാനും ബ്രിഞ്ചായും ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രിഞ്ചായും നല്ല വെറൈറ്റി തന്നെയാണ്, റോംബിയാനും അതെ നല്ല വെറൈറ്റിയാണ്. ഇത് അബിയു ആണല്ലേ? അബിയുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അബിയു നല്ല ഫ്രൂട്ടാണ്. നമ്മുടെ കരിക്കിന് എങ്ങനെ മധുരം വെക്കണോ ആ ഒരു ടേസ്റ്റ്. കൊമേഴ്സ്യൽ പർപ്പസിന് നല്ലതാണോ? ഇല്ലില്ല, കൊമേഴ്ഷ്യലായിട്ട് അധികം പറ്റില്ല. കാരണം വെച്ചാൽ ഇതിന്റെ സൂക്ഷിപ്പ് കാലാവധി കുറവാണ്. അപ്പോ ഒരു പ്ലാന്റ് 2 പ്ലാന്റ് ഒക്കെ വയ്ക്കണവർക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ഫ്രൂട്ട് ആവും. അന്നേരത്തേക്കും പിന്നെ നമ്മൾ കടകളിൽ കൊടുക്കുമ്പോൾ അവർക്ക് അത് ഒത്തിരി ദിവസം വച്ചേക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പൊ പിന്നെ ഇത് Z4 വെറൈറ്റി. ഇതല്ലാതെ ഇനി ജെയിന്റ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഈ Z4 വെറൈറ്റിക്ക് ഈ ഒരു പാകത്തിനാട്ടോ പറിക്കണ കറക്റ്റ്. യെല്ലോ ഉണ്ടല്ലോ, ഇത് മുഴുവൻ ഇവിടെ യെല്ലോ ആയിട്ട് വന്നാലാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വെറൈറ്റിക്ക് അങ്ങനെ ഫുൾ യെല്ലോ ആയി കഴിയുമ്പോൾ അതിന്റെ ഉള്ളിലെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ഇതിന് ഇതാണ് പാകം. ഇത് മിയാസാക്കി മാവാണ്. ജപ്പാന്റെ മിയാസാക്കി എന്ന് പറയുന്നത് അതാണ്. ഇത് ഈ പ്രാവശ്യമായിട്ട് ആദ്യമായിട്ട് കാച്ചത്. അതിപ്പോ എങ്ങനെയാ ഇതിന്റെ ഇത് 3 വർഷം. 3 വർഷം കൊണ്ട് മിയാസാക്കി കാഴ്ച കിട്ടി അല്ലേ? ഡ്രമ്മിലായതുകൊണ്ടായിരിക്കാം, അറിയില്ല. നമ്മളിങ്ങനെ കവർ ഇട്ട് കൊടുത്താലാണോ അത് അതിന്റെ നിറത്തിലേക്ക് വരുന്നത്? അങ്ങനെയല്ല, ഇപ്പൊ ഏത് പ്ലാന്റ് ഏത് ഫ്രൂട്ടിനാണെങ്കിലും നമ്മൾ കവർ ഇടും. കാരണം കായ്ച്ചത് ഇത് പുഴുവൊക്കെ കൊത്താണ്ടിരിക്കാനും നല്ല കായ്ക്ക് നല്ല വലിപ്പം കിട്ടാനൊക്കെ ഈ കവർ നല്ലതാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് എല്ലാ പ്ലാന്റിനും ഏകദേശം ഇടാറുണ്ട്. ജബോട്ടിക്കാവയുടെ 50ഓളം വെറൈറ്റി ഉണ്ട്. അതില് റെഡ് ഹൈബ്രിഡ്, പ്രിക്കോസി, പിന്നെ എസ്കാലറ്റ്, പെൽപിത്താൻഡ്ര, അങ്ങനെ റോസ് ദി പെസ്കോ, അങ്ങനെ കുറെ വെറൈറ്റീസ് ഇവിടെ കാച്ചിട്ടുണ്ട്. സബാറ കാച്ചിട്ടില്ല, സബാറ കായ്ക്കാറായിട്ടുണ്ട്. ഈ തണ്ടിൽ ഇങ്ങനെ ഇത് പൊഴിയുമ്പോഴാണ് കറക്റ്റ് ഇത് തന്നെ അടർന്നു പോകുമ്പോ. അതിപ്പോ ആയിട്ട് 6-7 വർഷം ആയ പ്ലാന്റാണ് ഇരിക്കുന്നത്. ടേസ്റ്റ് റെഡ് ഹൈബ്രിഡും കുഴപ്പമില്ല, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. എല്ലാ ഇതുമായിട്ട് ഇതിനും ടേസ്റ്റ് തന്നെയാണ്, മധുരം തന്നെയാണ്. 2.5 വർഷം കൊണ്ട് കായ്ക്കും. ഇത് സീഡ്ലെസ് ലെമൺ, കുരുവില്ലാത്ത വെറൈറ്റി അല്ലേ? കുരുവില്ലാത്ത, ഇതുപോലെ നല്ല വലിപ്പം വയ്ക്കും, കൊലയായിട്ടുണ്ടാവും, നിറച്ചത് എവിടെയൊക്കെ ഒരുപാട് കായ്ക്കും അല്ലേ? ഒരുപാട് കായ്ക്കും. ഇത് നാരകത്തിന്റെ യൂസിനാണ് ഉപയോഗിക്കുന്നത്, ചെറുനാരങ്ങയുടെ യൂസിന്. ചെറുനാരങ്ങ നമുക്ക് അച്ചാറിടാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ഫ്രഷ് ലൈം അടിക്കുമ്പോൾ, ഫ്രഷ് ലൈം അടിക്കാനാണ് കേട്ടോ, പിഴിഞ്ഞ ഫ്രഷ് കുറവായിരിക്കും. നമുക്ക് ഫ്രഷ് ലൈം അടിക്കുന്ന ടൈമിൽ മാങ്ങയും പഞ്ചസാരയും കൂടി നന്നായിട്ട് അടിച്ചിട്ട്, അല്ലെങ്കിൽ അമ്പഴങ്ങ പഞ്ചസാര എന്ത് സംഭവമാണെങ്കിലും അതും പഞ്ചസാരയും കൂടി അടിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മാത്രം മതി. തായ്ലൻഡ് റെഡ് ചാമ്പയാണ്, നന്നായിട്ടുണ്ടാവും. നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. തായ്ലൻഡ് ചാമ്പകളിൽ ഏറ്റവും ടേസ്റ്റ് കുറവെന്ന് പറയുന്നത് റെഡ് ചാമ്പയ്ക്കാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് പോണവർ ഇതിന്റെ തൈ വാങ്ങിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും പറയും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് മറ്റേ കോലിഞ്ചി, നമ്മുടെ പണ്ടത്തെ മലയിഞ്ചി, ആ ഒരു ഇല കണ്ടാൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ ഇത് ഗലാഗൽ എന്ന് പറഞ്ഞൊരു ഇഞ്ചി ഉണ്ടോ, ഒരു തായ്ലൻഡ് വെറൈറ്റി ആണ്. ഇത് നമ്മുടെ ഇതിലൊക്കെ മറ്റേ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ, ചിക്കനൊക്കെ കറികൾക്ക് ബിരിയാണിക്കൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കറികൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഭയങ്കര മധുരമാണല്ലോ. ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇത്രയും മധുരമുള്ള ഒരു മൾബറി കഴിച്ചിട്ടില്ല.
നല്ല ടേസ്റ്റാണ്. നല്ല മധുരം. പിന്നെ ഓവർ മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് ജ്യൂസായിട്ട് അടിക്കാം. ആ ശരി, എന്തായാലും നല്ല ടേസ്റ്റാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിലുണ്ട് ഇത് ബ്രസീലിയൻ ലോങ് മൾബറി അല്ലേ? ഇതാണോ ശരിക്കും കഴിക്കാനുള്ള പാകം? ഒരു റെഡ് കളറിലോട്ട് വരും. ആദ്യം പച്ച കളറായിരിക്കും, അതിനുശേഷം റെഡിലേക്ക് വരും അല്ലേ? ഇതിപ്പോ പഴുപ്പായില്ലെങ്കിലും ഇതിന് മധുരം ഉണ്ടാവും. ഈ വെരിഗേറ്റഡ് 2 കളറായിരിക്കും, പച്ചയും വെള്ളം കളറ്. കായ കണ്ടോ അതുപോലെ തന്നെ, കായ്ക്കും ഇതുപോലെ തന്നെ. പൊട്ടിച്ച് കഴിച്ച് നോക്കി, ഉള്ളിൽ പിങ്ക് കളറാ. നിന്ന് തുറന്നു നോക്കാം. കത്തി എടുക്കണോ? വേണ്ട വേണ്ട. അകത്ത് ഇതുപോലെ പിങ്ക് നിറമാണല്ലേ? കുറച്ചും കൂടി പഴുപ്പ് കുറയുവാണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. ആ ചന്ദ്രക്കാരൻ മാങ്ങയാണ് ഫ്രണ്ടിൽ തന്നെ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്കും അച്ചാറിടാനുമാണ് കൂടുതൽ യൂസ് ചെയ്യണത്. അത് പഴുക്കുമ്പോഴും നല്ല ടേസ്റ്റ് കേട്ടോ. വലിപ്പം ഇത്ര ഉണ്ടാവുള്ളൂ, പക്ഷേ ഇത് ഒരുപാട് എണ്ണം കായ്ക്കും അല്ലേ? ഒത്തിരി എണ്ണം കൊല കുത്തി ഉണ്ടാവും. പക്ഷെ ഇത് 1.5 വർഷമാണ് കായ്ക്കുള്ളൂ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണല്ലോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചു കേട്ടോ. വൈറ്റ് ലോങ്ങൻ എല്ലാ അപ്രോച്ച് ഗ്രാഫ്റ്റും ഗ്രാഫ്റ്റൊക്കെയാണ്, അപ്പം പെട്ടെന്ന് കായ്ക്കും. ഇതിപ്പോ ഇതില് പൂത്ത് വന്നിട്ടുണ്ട്. സീസൺ ആണല്ലേ? സീസൺ ആയി തുടങ്ങിയിട്ടുള്ളൂ. അത് നല്ല രീതിയിൽ കായ്പിടുത്തം കൂടുതൽ ഡയമണ്ട് റിവർ ആണ് അല്ലേ? ഇത് 4 സീസൺ ലോങ്ങനുണ്ട്, നിറച്ചുണ്ടാവും കണ്ടോ. എല്ലാത്തിലും പൂവും കായും ഒക്കെ ആയിട്ട് എപ്പോഴും നമുക്കിത് കിട്ടും. ഇത് പ്രത്യേകത എന്താണ്? ഇതിന് മറ്റേ വൈറ്റ് ലോങ്ങൻ പോലെ തന്നെയാണ് ഏകദേശം. ഇതിന് നല്ല മധുരമാണ്, ഫ്ലഷും ഉണ്ട്. സീഡിന് വൈറ്റിനേക്കാളും കുറച്ച് വലുപ്പം കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല ഫ്ലഷ് ഉണ്ട്. ഫുൾ ടൈം ഉണ്ടാവും അതിൽ. ഓൾ സീസൺ. ഇതേ അവിടെയൊക്കെ പൂവിട്ടതും കാച്ചതും ഒക്കെ ഉണ്ടല്ലോ. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കണവർ ഇതിന്റെ തൈര് വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. നിറച്ച് കാര്യം. അത് ഒരുപാട് തുരുതുരാന്ന് പിടിച്ചിട്ടുണ്ടല്ലോ. ഇത് അവക്കാഡോ. അവക്കാഡോ ഏതൊരു വെറൈറ്റി? ഇത് റസൽ വെറൈറ്റി ആണ്, കോൺഗ്രോണ്ട് വെറൈറ്റി ആണ്. നമ്മുടെ ക്ലൈമറ്റിന്, അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് ചേർന്ന വെറൈറ്റിയാണ്. ഇത് മറ്റേ നീളത്തിലെ മറ്റേ ചോക്ലേറ്റിന്റെ കളറ് ഫ്രൂട്ട് വരുന്നത്. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് പൂത്ത് വയ്ക്കുന്നത്. നമ്മുടെ അവക്കാഡോ കൂടുതലും നമ്മുടെ ക്ലൈമറ്റിലുള്ള അവക്കാഡോസ് ചെയ്യണത്. അപ്പൊ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കാച്ചിട്ടുള്ള വെറൈറ്റി അവക്കാഡോ, ട്രോപ്പിക്കൽ ഏരിയക്ക് പറ്റിയ അവക്കാഡോ ആണ് അതല്ലേ? ഇത് പൂത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. പൂത്തിട്ടുണ്ട്, നന്നായിട്ട് പൂത്തിട്ടുണ്ട്. റസൽ എന്നാണ് പേരല്ലേ? ഇത് വെരിഗേറ്റഡ് ചാമ്പ. ചാമ്പ വെരിഗേറ്റഡ് എല്ലാത്തിലും ഉണ്ട്. ചാമ്പയിലുണ്ട്, സപ്പോട്ടയിലുണ്ട്, നാരകത്തിലുണ്ട്, അങ്ങനെ എല്ലാത്തിലും വെരിഗേറ്റഡ് ഉണ്ട്. അതിൽ ചാമ്പയിലെ വെരിഗേറ്റഡ് ഉണ്ട്. നമുക്ക് വീണ്ടും ഫ്രണ്ടിലൊക്കെ ഓർണമെന്റലായിട്ട് പറ്റിയ. പിന്നെ നല്ല റെഡ് കളറാവും ഇതില് ചാമ്പങ്ങ. ഒരുപാട് കായ്ക്കുന്നു. വലയിട്ട് വെച്ചിരിക്കുന്ന പക്ഷികളിൽ നിന്ന്. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാൻ യൂസ് ചെയ്യാം. നല്ല മധുരമല്ല, നല്ല പുളിയാണ്. ജ്യൂസ് അടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഫീൽ ചെയ്യും. പിന്നെ നമുക്കിത് ഇങ്ങനെ അടിച്ചു വെച്ചിട്ട്, ഇപ്പം പഴം എല്ലാം ഒരുമിച്ച് പഴുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് അടിച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് ജ്യൂസ് അടിക്കുന്ന ടൈമിൽ നമുക്ക് സ്ക്വാഷ് പോലെ യൂസ് ചെയ്യാം. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ ചക്കയാണ്. വിയറ്റ്നാം സൂപ്പർ എയർലി. ഇതിന്റെ മാക്സിമം വലിപ്പം ഇതാണോ? ഏകദേശം ഇത്രയൊക്കെയാണ് വലിപ്പം വെക്കുള്ളൂ, കാരണം ഒത്തിരി ഉണ്ടാവൂലോ. ചെറിയ പ്ലാന്റിൽ തന്നെ ഒരുപാട് ഉണ്ടാവും അല്ലേ? പിന്നെ ഇത്ര വലിപ്പം ഇപ്പൊ നമ്മളിവിടെ ഫ്രൂട്ട് സെയിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും വലിപ്പം കുറച്ച് മതി. പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ആണെന്ന് പറയുന്നുണ്ടല്ലോ വിയറ്റ്നാം സൂപ്പർ എയർലി. ടേസ്റ്റ് ഉണ്ട്. ഇത് കംബോഡിയൻ ചാക്ക്, പക്ഷെ വിയറ്റ്നാം സൂപ്പർ എയർലി പോലെ തന്നെയാണ്. അതെ, കാണാനായിട്ട് വിയറ്റ്നാം സൂപ്പർ എയർലി പോലെ തന്നെയുണ്ടല്ലോ. ഇതും 1.5 വർഷം കൊണ്ട് നമുക്ക് കായ പിടിപ്പിക്കാം. ഫ്രൂട്ട് എങ്ങനെയാവും? ഇതിന്റെ മഞ്ഞയാണോ അതോ മഞ്ഞ കളറാണോ അതോ ചുവന്ന കളറ്? ചോപ്പല്ല, നമ്മുടെ സാധാ ചക്ക പോലെ തന്നെയാണ്. ടേസ്റ്റ് കൂടുതലുണ്ട് ഇത്. നാടൻ പ്ലാവാണോ? ഇത് ഞങ്ങൾ ബഡ് പ്ലാവിന്റെ കുരു മുളപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടായ ചക്ക. പക്ഷെ ഇത് ചക്കയായി കഴിഞ്ഞപ്പോ ഞങ്ങൾ കഴിച്ച ആ പ്ലാവിനേക്കാളും ആ ചക്കേനേക്കാളും നല്ല ടേസ്റ്റ് ഇതിനൊരു പുളിരസത്തോട് കൂടിയ മധുരമാണ്. സ്പെഷ്യൽ വെറൈറ്റി ആണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ ഈ ചക്ക ചോദിച്ച് വരും എല്ലാവരും. വലിപ്പം നല്ല വലിപ്പം ഉണ്ടാവും. ഒരു 20 കിലോളൊക്കെ വെയിറ്റ് വരാറുണ്ട് ഒരു ചക്കയ്ക്ക്. ചക്കയുടെ ചുള മഞ്ഞയാണോ അതോ ചുവപ്പാണോ? വെള്ളയും മഞ്ഞയും കൂടി കൂടിയിട്ടുള്ള കളറാ. ചുവന്നതല്ല, ഓറഞ്ചും അല്ല, ഒരു ലൈറ്റ് യെല്ലോ.
നല്ല ടേസ്റ്റ് ആണല്ലോ, വലിപ്പം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണോ ഇത് മാത്രമായിട്ട് ഒരു നാടൻ പ്ലാവ് എന്ന നിലയിലൂടെ അവിടെ നിർത്തിയേക്കുന്നത്, വെട്ടാതെ ബാക്കി ഉണ്ടോ. ഇത് നമുക്ക് ഫ്രഷ് ലൈം അടിക്കാൻ യൂസ് ചെയ്യാം, അല്ലാതെ ചുമ്മാ പറിച്ച് കഴിക്കാം. ഈ വയറിന്റെ അസുഖങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പം ചുമ്മാ ഒത്തിരി കുട്ടികളൊന്നും അവർ കഴിക്കില്ലല്ലോ, ഇത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മധുരമല്ല, പക്ഷെ മറ്റേ സാധാ പുളിയില്ല, പിന്നെ അതിന് ഭയങ്കര നാരാണല്ലോ, ഇതിനതില്ല. നമുക്ക് കുരുവോട് കൂടി കുരുവോട് കൂടി ഞാൻ കഴിക്കാം. ഇത് വിയറ്റ്നാം മാൾട്ട മുസംബിയാണ് കേട്ടോ. ഇത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല മധുരമുള്ള സംഭവം തന്നെയാണ്. അധികം അങ്ങ് പഴുത്തില്ലെങ്കിലും നമുക്ക് ആ പുളിയില്ല. ഒരുവിധം വലിപ്പം വയ്ക്കും, മുസംബി പോലെ. നല്ല മധുരമാണോ? നല്ല മധുരം. ഞാൻ പഴുക്കാത്തതാണ് കഴിച്ചത്, അപ്പൊ അതിനും മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. പഴുത്ത് കഴിയുമ്പോൾ എന്തായാലും മധുരമായിരിക്കുമല്ലോ. ഇത് ഒരുപാടുണ്ടാവും അല്ലേ? ഒരുപാടുണ്ടാവും. നൈജീരിയൻ പൈനാപ്പിളിന്റെ 10ഓളം വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട്. അതിൽ നൈജീരിയൻ പൈനാപ്പിൾ ആണ് ഇത്. നൈജീരിയൻ പൈനാപ്പിൾ നല്ല വലിപ്പം വയ്ക്കും, നല്ല തൂക്കം വയ്ക്കും. വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ചെയ്യാൻ നല്ലതാണ് സംഭവം. പക്ഷെ ഇതിന്റെ കാഞ്ഞ് കിട്ടാൻ വിഷമം, കുറച്ചേ ഉള്ളൂ. 4-5 കിലോ വരും. നല്ല ടേസ്റ്റ്, നല്ല തേൻ മധുര. നൈജീരിയൻ പൈനാപ്പിൾ. ഇതിപ്പോ പറിച്ചു കഴിഞ്ഞതാ. ഇപ്പൊ കുരുമുളക് പറിക്കുന്ന ടൈമാണല്ലോ, പറിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടുത്തതായി വരണത് അത്. അപ്പോഴേക്കും വേറെ തിരിയിട്ട് വരുന്നുണ്ട്. തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ വളരെ വിപുലമായ ഒരു ശേഖരം തന്നെ സ്നേഹ ഓർഗാനിക് ഫാമിലുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നതിനാൽ അവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇത്രയും നല്ല ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്തതിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു.